എത്തിയ ശേഷമാണെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോണ കോണി ഉണ്ടല്ലോ, ആ കോണിൻ്റെ ചോട്ടിൽ മുഴുവൻ പൂ കൊടുക്കാൻ സൗകര്യമുണ്ട്. പള്ളിയുടെ ഉള്ളിലുണ്ട്, ഉള്ളിൽ നിന്ന് മുറിഞ്ഞാൽ മേടിക്കാറില്ല. മൂത്രയിക്കാൻ സൗകര്യമില്ല, ഒതുക്കാനുള്ള സൗകര്യം പള്ളിയുടെ ഉള്ളിലുണ്ട്. പക്ഷേ കുടുംബനെ അപ്പോൾ അവിടുന്ന് ചെയ്യാം. പുറത്താണെങ്കിൽ നമുക്ക് മൂത്രയിക്കാനും ഇവിടെ ഈ പോണത് ഇതിപ്പോൾ മുറ്റാണ്. ഈ കണ്ടോ, ഈ പുനാരം കണ്ടില്ലേ, അതിൻ്റെ പുറം മൊത്തം മുറ്റാണ്. ഇതിൽ കൂടി ഒരു 10 15 20 കക്കൂസ് വന്നാണ്. ഇവിടെ 6 7 കക്കൂസ് ആയിരിക്കും. ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് 6 7 8 കക്കൂസിൻ്റെ ഏരിയയാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ കുടുങ്ങാണെങ്കിൽ ചെയ്യാം, അവിടുന്ന് പൊതിട്ടതാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ വേണം പോകുക അല്ലേ? ഇനി ഒന്നുമില്ലല്ലോ, വേറെ തരും. The General Authority for the Care of the Grand Mosque and the Prophet's Mosque has carefully prepared multiple ablution areas to make renewing the wudu effortless within the Haram. In addition, we have restroom facilities that are very conveniently located throughout the courtyards, as you see behind. സ്ഥലം അബൂജാഹിലിന്റെ വീട് സ്ഥലമാണ് പറയപ്പെടുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ വീടുള്ളടത്തെ കിതാബുകളാണ് അബൂജാഹിലിന്റെ വീടുള്ളടത്ത് മൂത്രാകാശം. നല്ലൊരുക്ക് ഖുർആൻ പറയുന്നതാണ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത്, തവാഫ് ചെയ്യുമ്പോ നമ്മൾ കഅബ ഇടതു ഭാഗത്തായിട്ടാണ് തവാഫ് ചെയ്യുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കഅബ ഇടതു ഭാഗത്തായിട്ടാണ് ചുറ്റുക, വലത്തേക്കാണ് ചുറ്റുക, അടുത്തേക്കാണ് ചുറ്റുക. അപ്പൊ ആണുങ്ങൾ ചെയ്യേണ്ടത് ഒന്നിങ്ങനെ ഇട്ടാൽ മതി. ചില ആളുകൾ അവിടുന്ന് ഇങ്ങനെ അഭ്യാസം കാട്ടുന്ന ബേജാറായിട്ട് അതിനൊന്നുമില്ല. ഇങ്ങനെയല്ലേ നമ്മൾ പതിച്ചിക്കണ. ഇപ്പോൾ അതൊന്നും ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, ഇത്രയാക്കിയാൽ മതി. കാരണം ഈ വലത്തെ തോള് വെളിവാക്കണം, നമ്മളെ സെൽഫിയാക്കി കിട്ടാതെ മോഡൽ അങ്ങനെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാരണവശാൽ നമ്മുടെ തുണി, ആണുങ്ങളെ തുണി പൂക്കളിൻ്റെ താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പിക്കണം കേട്ടോ. പെണ്ണുങ്ങളെ ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല. ഈ നെറ്റി മുതൽ ഇതുവരെയാണ് നമ്മളെ കൗറുണ്ട്. ഇങ്ങോട്ട് തടിയിട്ട് മക്കൾ ഇറങ്ങാൻ പാടില്ല. ഇവിടുന്ന് ഈ ചെവി മുതൽ ഈ ചെവി വരെയാണ് മുഖം. അതിൻ്റെ അടിയിൽ ചെവിയുടെ കുറേ മക്കൾ വന്നാൽ ഇല്ലാഹി അള്ളാഹു അപ്പോൾ കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ കഴിഞ്ഞ് പോയിരുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ തവാഫ് ശരിയാവും. ഒറ്റ പറയുള്ളൂ. ഇനി എല്ലാ ദിവസവും ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് മുഖം ഈ ചെവിൻ്റെ ഇവിടുന്ന് ഇതുവരെ മറിച്ച് മുതൽ ഈ താടിയുടെ അടി വരെ മറിച്ച്